ഇന്ന് കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിം ഓപ്പൺ ആവാൻ പോവാണ്. പിന്നെന്താണ് ഒരുപാട് പേര് ഇതിനോടകം തന്നെ റിയാക്ട് ചെയ്യും. നിങ്ങളുടെ ജിമ്മ്, നിങ്ങളുടെ എക്യുപ്മെന്റ്സ്, നിങ്ങളുടെ മതം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റാർട്ട് ചെയ്യാം, നോ പ്രോബ്ലം. വർഗീയപരമായി നിൽക്കേണ്ട ഒരു സംഭവമല്ല എന്നുള്ള അർത്ഥത്തിൽ ആൾക്കാരെല്ലാം ഇവിടെ വരുന്നവരും പോകുന്നവരും എല്ലാവരും ഈ ഒരു ജിമ്മിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, വീഡിയോകൾ ഇടുന്നു. ജിം എന്ന് പറയുവാണെങ്കിൽ അത്യാവശ്യം മ്യൂസിക്കിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഇവരൊന്നും മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം പറയാനാണെങ്കിൽ ഡ്രസ്സിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണം ജിമ്മിൽ ഇടാൻ. കാരണം വെച്ചാൽ വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് ബുദ്ധിമുട്ടുണ്ടാകരുത്. ആൻഡ് ഇവരിത് അലോ ചെയ്യുന്നില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ മെന്നിനും വുമണിനും സെപ്പറേറ്റ് ടൈമിങ്. ആൻഡ് വുമണിന് സെപ്പറേറ്റ് ടൈമിംഗ് കൊടുക്കുന്നത് കുറച്ച് നല്ലതാണ്. ബാക്കിയുള്ള ടൈമിങ്ങിൽ രണ്ടുപേരുടെ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്താന്ന് വിചാരിച്ചാൽ എന്താണ് പ്രശ്നം? ഇസ്ലാം നിയമപ്രകാരം മ്യൂസിക് ഹറാമാണ്. അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അവർ ഫുള്ളി കവേർഡായിട്ടുള്ള നിർബന്ധമായിട്ട് നിക്കാബ് ധരിച്ച് നടക്കുന്ന ആൾക്കാരിവിടെ ഉണ്ട്. ഇസ്ലാം നിയമപ്രകാരം ആണുങ്ങൾക്ക് മുട്ട് പൊക്കലിനിടയിലുള്ള ഭാഗം പുറത്ത് കാണിക്കാൻ പാടില്ല. എന്നാൽ എത്രയോ ആൾക്കാരത് കാണിക്കുന്നുണ്ട്. അത് വേറെ, മനസ്സിലായില്ലേ? അത് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യാത്ത ആൾക്കാരാണ്. ഇനി സ്ത്രീകൾക്കാണെങ്കിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും കവേർഡ് ആയിരിക്കണം എന്ന്. അപ്പോൾ അങ്ങനെ പാട്ട് കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ജിമ്മ്. നിങ്ങൾക്ക് വരാം, മറ്റുള്ളവർക്കും അവിടെ സൗകര്യമുണ്ട്. മതനിയമം എന്ന് പറയുന്നത് ഏതൊരു മതത്തിലും മതേതര ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അതിൻ്റെ ആചാരം അനുഷ്ഠിക്കാനും അവകാശമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിയമത്തെ വയലേറ്റ് ചെയ്യാത്ത എല്ലാ ആചാരങ്ങളും ഗവൺമെൻറ് സംരക്ഷണം നൽകുക തന്നെ ചെയ്യും. കൂടി പ്രിജുഡീസായിട്ട് കാര്യങ്ങളെ കാണുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യല്ല, നമ്മളെന്തിനാണ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കൊണ്ട് വേണം ഇതിനെ എതിർക്കാൻ. നിലവിലുള്ള ഇന്ത്യയിലെ സാഹചര്യം ഇതാണ്, അറിയാം തീർച്ചയായിട്ടും. നിലവിൽ എങ്ങനെ സാഹചര്യം വന്നാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിലേക്കാണ് നോക്കിയത്. ചുറ്റുമുള്ള ആൾക്കാർക്ക് എനിക്ക് കൂടുതൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. ടാഗ്ലൈൻ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്നാണ്. ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഇത്തരം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫെസിലിറ്റി ഈ ജിമ്മ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അല്ല അതുകൊണ്ട് ബാക്കിയുള്ളവർ വരുമ്പം അവരിത് നിർബന്ധമായും ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. അവർക്ക് പ്രത്യേക സമയം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവർക്ക് വന്നിട്ട് ജിമ്മ് ചെയ്തിട്ട് പോകാം. ഇപ്പം വെജിറ്റേറിയൻ തന്നെ നമുക്ക് വെജിറ്റേറിയൻ കഴിക്കണമെങ്കിൽ ഈ ഹോട്ടലിൽ പോയി കഴിക്കാം. അവിടെ എന്തൊക്കെയാണോ ആ സ്ഥാപനം കൊടുത്തിട്ടുള്ള റൂൾസ് അത് കൃത്യമായി അവിടെ കൊണ്ടുവന്ന് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല, ചെയ്യരുത്. എതിർക്കാം, അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. അതൊക്കെ ഇന്ത്യ എന്ന രാജ്യത്ത് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിദ്വേഷം ഉണ്ടാവരുത് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.